സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്കെതിരെ വീണ്ടും നിയമപോരാട്ടത്തിന് സർക്കാർ. സിസ തോമസ് അയോഗ്യയാണെന്ന് സുപ്രീം കോടതി അറിയിക്കും. KTU മിനിറ്റ്സ് രേഖകൾ മോഷണം പോയതിൽ സിസ പ്രതിയെന്നും സർക്കാർ. KTU VC ആയി സിസ തോമസിനെ നിയമിക്കുമെന്ന് ഗവർണർ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഗോപാൽ ശിലാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഗോപാൽ, സിസ തോമസിന് വേണ്ടി സർക്കാരും ഗവർണറും രണ്ട് തട്ടുകളിലായി സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു കാരണവശാലും സിസയെ അംഗീകരിക്കില്ലെന്ന് സർക്കാർ പറയുന്നു. സിസ തന്നെ മതി എന്ന് ഗവർണർ പറയുന്നു. എന്താണ് കാര്യങ്ങൾ? എങ്ങനെ പോകും ഈ കാര്യം? ഡോക്ടർ അരുൺകുമാർ, സിസയ്ക്കു വേണ്ടിയുള്ള കടുംപിടുത്തത്തെ എങ്ങനെയെങ്കിലും വെട്ടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുള്ളത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസ തോമസിനെ തന്നെ VC ആയി നിയമിക്കും എന്നറിയിച്ചുകൊണ്ട് ഗവർണർ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകുന്നത്. ആ സത്യവാങ്മൂലത്തിനെതിരെ ബദൽ മറുപടി നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിലോ ഡിജിറ്റൽ സർവകലാശാലയിലോ നിയമിക്കാൻ തക്ക യോഗ്യതകൾ സിസ തോമസിനില്ല എന്നും സിസ തോമസിന്റെ മുൻകാല നടപടികൾ അവരെ അയോഗ്യയാക്കുന്നതിന് വേണ്ടി മതിയാകുന്ന കാരണങ്ങളാണ് എന്നും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ വീണ്ടും ബോധിപ്പിക്കും. കഴിഞ്ഞ ഘട്ടങ്ങളിൽ, അതായത് അവർ അധ്യാപികയായിരുന്ന സമയത്തും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഉണ്ടായിരുന്ന കാലത്തും PG വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം രേഖാമൂലം തന്നെ ഇത്തരത്തിൽ സർക്കാർ സുപ്രീം കോടതിയെ ധരിപ്പിക്കും. അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക VC ആയിരുന്ന കാലത്ത് സർവകലാശാലയിലെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് നഷ്ടപ്പെടുത്തിയ കേസിൽ, അതിൽ മോഷണ കേസിൽ സിസ തോമസ് പ്രതിയാണ്. അത്തരത്തിൽ വിവിധ തലങ്ങളിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ള, അതിനോടൊപ്പം തന്നെ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒരു സർവകലാശാലയുടെ തലപ്പത്ത് നിയമിക്കുന്നതിൽ അതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, നിയമപരമായ പ്രശ്നമുണ്ട് എന്നതായിരിക്കും സർക്കാർ അഭിഭാഷകർ വീണ്ടും ഒരിക്കൽ കൂടി ഇനി കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി അറിയിക്കും.